ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൗര്യൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് അശോകൻ എഡിക്ട്സ്. പല പരീക്ഷകളിലും റെഗുലറായിട്ട് ചോദ്യം വരുന്നൊരു ഭാഗം കൂടിയാണ് ഈ ഒരു ടോപ്പിക്ക്. ഏർലി മൗര്യൻ പീരീഡിൻ്റെയും പ്രീ മൗര്യൻ കോണ്ടെക്സ്റ്റിലുള്ളയും കുറച്ച് ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനൊരു എക്സാമ്പിളാണ് 4th സെഞ്ച്വറിയിൽ നിന്നുള്ള പോർട്ട്ഷേർഡ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശ്രീലങ്കയിലുള്ളൊരു ഇൻസ്ക്രിപ്ഷൻ. ഇത് ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ്. ഇത് പ്രീ മൗര്യൻ കോണ്ടെക്സ്റ്റിലാണെന്ന് കരുതപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷനാണ് പിപ്രഹ കാസ്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫ്രാഗ്മെൻ്ററി ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് അല്ലാതെ അശോകയുടെ പീരീഡിൻ്റെ മുൻപ് ഇങ്ങനെ ഇമ്പീരിയൽ പ്രൊക്ലമേഷൻസൊക്കെ സ്റ്റോണിൽ ഇൻസ്ക്രൈബ് ചെയ്തെടുക്കുന്ന പ്രാക്ടീസ് ഇല്ലായിരുന്നു. അശോകയുടെ ഏർലി ഫേസിൽ ഇദ്ദേഹം പ്രൊക്ലമേഷൻസും ഇൻസ്ക്രിപ്ഷൻസൊക്കെ പബ്ലിക് സെറ്റിൽമെൻറ്റ്, അതായത് ആളുകൾക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ റോക്ക് സർഫസസിലായിട്ടായിരുന്നു ചെയ്തിരുന്നത്. ലേറ്റർ പീരീഡ് ആയപ്പോഴേക്കും ഇത് കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പോളിഷ്ഡ് ആയിട്ടുള്ള മോണോലിത്തിക് പില്ലേഴ്സ്, അങ്ങനെ റോക്ക് എഡിക്ട്സൊക്കെ വരൽ തുടങ്ങിയത്. അശോകൻ എഡിക്ട്സിനെ നമുക്ക് ബ്രോഡ്ലി പില്ലാർ എഡിക്ട്സ്, റോക്ക് എഡിക്ട്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ടോട്ടൽ അശോകയുടെ എഡിക്ട്സ് 33 എണ്ണമാണുള്ളത്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ പരന്നു കിടക്കുന്ന പല ഭാഗങ്ങളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴുള്ള ഇന്ത്യയുടെ ബൗണ്ടറി വെച്ചിട്ട് നമുക്ക് അശോകൻ എഡിക്ട്സിൻ്റെ ലൊക്കേഷൻസ് പറയാൻ പറ്റില്ല, കാരണം അഫ്ഗാനിസ്ഥാനൊക്കെ ആയിട്ട് കുറേ പുറത്തും വരുന്നുണ്ട്. അശോകൻ എഡിക്ട്സിൽ 3 ഭാഷകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊന്ന് പ്രാകൃത് എന്ന് പറയുന്നത് മഗധ ഏരിയയിലുള്ള ഡയലക്റ്റാണ്. പ്രാകൃതിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഓരോ ഡയലക്റ്റ് ഉണ്ട്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് മഗധ ഭാഗത്തുള്ള പ്രാകൃതിൻ്റെ ഡയലക്റ്റാണ്. പിന്നെ ഒന്ന് വരുന്നത് അർമായിക്കും, മറ്റൊന്ന് ഗ്രീക്കുമാണ്. നമുക്കറിയാം, ഗ്രീക്കൊക്കെ വരുമ്പം ഒബ്വിയസ്ലി ഇതൊരു നോർത്ത് വെസ്റ്റ് സൈഡിലേക്കായിരിക്കും വരുന്നത്. സോ നോർത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ഇൻസ്ക്രിപ്ഷൻസാണ് പൊതുവെ നമ്മൾ ഗ്രീക്കിലൊക്കെ ആയിട്ട് കാണുന്നത്. മോസ്റ്റ് ഓഫ് ദി ഇൻസ്ക്രിപ്ഷൻസ് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പ്രാകൃത് ലാംഗ്വേജാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ലോക്കലായിട്ടുള്ള ലാംഗ്വേജ് കൂടിയാണ് പ്രാകൃതം. അപ്പോൾ നമ്മളൊരു നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സംസ്കൃതം അല്ല ഇദ്ദേഹം എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി ആളുകൾക്ക് ആക്സസിബിളായിട്ട്, ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഭാഷയാണ് പ്രാകൃത്. പ്രാകൃത് ഇൻസ്ക്രിപ്ഷൻസ് മോസ്റ്റ്ലി എഴുതിയിട്ടുള്ളത് ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കുറച്ചെണ്ണം നമുക്ക് ഖരോഷ്ടി സ്ക്രിപ്റ്റിലും കാണാൻ സാധിക്കും. അഫ്ഗാനിസ്ഥാനിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് ഗ്രീക്കും അർമൈക്കൊക്കെ കാണുന്നത്. സോ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന ഇൻസ്ക്രിപ്ഷൻസ് പ്രധാനമായിട്ടും ഗ്രീക്കിലും അർമൈക് സ്ക്രിപ്റ്റിലുമാണ്. പ്രാകൃത് ഭാഷയിൽ ഖരോഷ്ടി സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ളത് 2 ഇൻസ്ക്രിപ്ഷൻസ് സ്ഥിതി ചെയ്യുന്നത് മാൻസെഹ്രയിലും ഷഹബാസ് ഗർഹിലുമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എവിടെയാണ് ഗ്രീക്ക് ഉള്ളത്, എവിടെയാണ് പ്രാകൃത് വരുന്നത്, ഖരോഷ്ടി സ്ക്രിപ്റ്റിൽ വരുന്നത് എന്നൊക്കെ ഉള്ളത് ക്ലിയറായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ വളരെ കൺഫ്യൂസിങ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷനാണ് കാണ്ഡഹാറിലുള്ള ഇൻസ്ക്രിപ്ഷൻ. ഇതൊരു ബൈലിംഗ്വൽ ഇൻസ്ക്രിപ്ഷനാണ്. ബൈലിംഗ്വൽ എന്ന് പറഞ്ഞാൽ 2 ഭാഷകളടങ്ങിയത്, അതായത് ഗ്രീക്കും അർമായിക്കും. പൂർണ്ണമായിട്ടും അർമായിക്കിൽ വരുന്ന 2 ഇൻസ്ക്രിപ്ഷൻസാണ്. ഒന്ന് ലാഖ്മാനിലുള്ള ഇൻസ്ക്രിപ്ഷന്, മറ്റൊന്ന് ടക്സിലയിലുള്ള ഇൻസ്ക്രിപ്ഷന്. മറ്റൊരു ബൈലിംഗ്വൽ ഇൻസ്ക്രിപ്ഷനാണ് ലംപക എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ളത്. പക്ഷേ ഇത് ഏതൊക്കെ ഭാഷകളാണെന്ന് വെച്ചാൽ പ്രാകൃതും അർമായിക്കുമാണ്. സോ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട്സാണ്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. മാൻസെഹ്രയിലും ഷഹബാസ് ഗർഹിലും ഉള്ളത് പ്രാകൃത് ഭാഷയിൽ ഖരോഷ്ടി സ്ക്രിപ്റ്റിലുള്ളത്. കാണ്ഡഹാറിലുള്ളത് ബൈലിംഗ്വൽ ഗ്രീക്ക് അരമായിക്ക്. അരമായിക്ക് കംപ്ലീറ്റ്ലി വരുന്നത് ലാഖ്മാന് ടക്സില. ബൈലിംഗ്വൽ പ്രാകൃത് അരമായിക്ക് വരുന്നത് ലംപക. അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് പറയുമ്പം പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ജെയിംസ് പ്രിൻസ്. ഇദ്ദേഹം ഒരു കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ബ്രഹ്മി സ്ക്രിപ്റ്റും ഖരോഷ്ടി സ്ക്രിപ്റ്റും ഡെസിഫർ ചെയ്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം തന്നെയാണ് ജേർണൽ ഓഫ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ ഫൗണ്ടിങ് എഡിറ്റർ. അശോകൻ എഡിക്ട്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, തീമാണ് ധമ്മ എന്ന് പറയുന്നത്. ധർമ്മ എന്ന സംസ്കൃതത്തിൻ്റെ പ്രാകൃത് ഫോമാണ്. സോ ഇതാണ് നമ്മൾ ധമ്മ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ധർമ്മ എന്നും വിളിക്കാൻ പറ്റും. ലിറ്ററലി ഇതിനെ നമുക്ക് യൂണിവേഴ്സൽ ലോ ഓർ റൈറ്റ്നെസ്നെസ് ഓർ സോഷ്യൽ ആൻഡ് റിലീജിയസ് ഓർഡർ എന്ന് പറയാം.
ബുദ്ധിസ്റ്റ് ഉപാസക ധർമ്മയിൽ നിന്നാണ് ഈ ഒരു അശോകയുടെ ധമ്മ എന്ന കോൺസെപ്റ്റ് വരുന്നത്. അശോകൻ ധർമ്മയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് കമ്പാഷൻ, ചാരിറ്റി, ട്രൂത്ത്ഫുൾനെസ്, പ്യൂരിറ്റി ആൻഡ് ജെൻറ്റിൽനെസ്. പിന്നെ അതുപോലെ ആളുകളോട് ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ടു എക്സ്റ്റെൻഡ് റെസ്പെക്റ്റ്, കൺസിഡറേഷൻ, കമ്പാഷൻ ആൻഡ് ടോളറൻസ് ടുവേർഡ്സ് സ്ലേവ്സ് ആൻഡ് സെർവൻറ്റ്സ്, ഒബിഡിയൻസ് ടു പാരൻസ്, ജനോസിറ്റി ടുവേർഡ്സ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, റിഗാർഡിംഗ് ഡൊണേഷൻസ് ടു ബ്രാഹ്മണാസ് ആൻഡ് ശ്രാമണാസ്, a concern for all living beings and to abstain oneself from destroying life. ഇദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻസിൽ ഇദ്ദേഹത്തിനെ തന്നെ ഇദ്ദേഹം മെൻഷൻ ചെയ്യുന്നത് ബിലവ്ഡ് ഓഫ് ദ ഗോഡ്സ് എന്നാണ്. അതായത് ദേവനാം പ്രിയതസ്സി, അത് വേണമെങ്കിൽ നമുക്ക് ദേവനാം പ്രിയ, ദേവന് പ്രിയപ്പെട്ടത് എന്ന് ഓർത്ത് വെക്കാം. ദേവനാം പ്രിയതസ്സി എന്നതിൻ്റെ മീനിങ് എന്താണ്? ബിലവ്ഡ് ഓഫ് ദ ഗോഡ്സ്. 1915 സി ബെഡോണാണ് ഈ ഒരു ദേവനാം പ്രിയ എന്ന ഇൻസ്ക്രിപ്ഷൻസിൽ കാണുന്ന ആൾ അശോകയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഗുജാറ എന്ന് പറയുന്ന ലൊക്കേഷനിൽ കണ്ടെത്തിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷനിൽ ദേവനാം പ്രിയദസ്സി അശോക രാജ എന്ന് നമുക്ക് കാണാം. ഇതിൽ ദേവനാം പ്രിയ എന്ന വേർഡും അശോക എന്ന പേരും ഒരുമിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ടോട്ടൽ 33 ഇൻസ്ക്രിപ്ഷൻസാണ് ഉള്ളത്. ഈ 33 ഇൻസ്ക്രിപ്ഷൻസിനെ നമ്മൾ പല സബ് കാറ്റഗറീസ് ആയിട്ട് തിരിക്കാറുണ്ട്. ചിലത് റോക്കിൽ എഴുതിയതാണ്, ചിലത് പില്ലറിൽ എഴുതിയതാണ്, ചിലത് മൈനറാണ്, മേജറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ നമ്മളിതിനെ പ്രധാനമായിട്ടും 4 തിരിക്കുന്നത്. ഒന്ന് മൈനർ റോക്ക് എഡിക്ട്സ്, മറ്റൊന്ന് മേജർ റോക്ക് എഡിക്ട്സ്, പിന്നെ മൈനർ പില്ലർ എഡിക്ട്സ്, മേജർ പില്ലർ എഡിക്ട്സ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷനാണ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ് കാണ്ഡഹാർ ബൈലിംഗ്വൽ റോക്ക് ഇൻസ്ക്രിപ്ഷൻ. ഇത് ഗ്രീക്കിലും അരമായിക്കിലുമാണ് എഴുതിയിട്ടുള്ളത്. ഇത് മൈനറിലും മേജറിലും ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നതായിട്ടും നമുക്ക് കാണാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മൈനർ റോക്ക് എഡിക്ട്സ് ആണ്. മൈനർ റോക്ക് എഡിക്ട്സ് നമുക്ക് പേര് പരാമർശിക്കുന്ന പോലെ തന്നെ മനസ്സിലാവും, ഇത് റോക്ക് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. അതുപോലെ അശോകയുടെ പീരീഡിലെ ഏർലിയസ്റ്റ് പാർട്ടിൽ വരുന്ന ഇൻസ്ക്രിപ്ഷൻസ് കൂടിയാണ് മൈനർ റോക്ക് എഡിക്ട്സ്. പ്രധാനമായിട്ടും 2 ടോപ്പിക്സാണ് ഈ ഒരു എഡിക്ട്സിൽ കവർ ചെയ്യുന്നത്. പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് അശോക ആൻഡ് ഹിസ് സമ്മറി ഓഫ് ഹിസ് ധമ്മ. ഇവ പ്രധാനമായിട്ടും എഴുതിയിട്ടുള്ളത് പ്രാകൃതിലാണ്. അശോക അദ്ദേഹത്തെ തന്നെ ബുദ്ധൻ്റെ ഒരു ഡിസിപ്പിളായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന് ബുദ്ധിസ്റ്റ് ഓർഡർ ആയിട്ടുള്ള സംഖ്യയായിട്ടുള്ള പ്രോക്സിമിറ്റിയൊക്കെ ഈ ഒരു എഡിക്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. 15 റോക്സായിട്ട് ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലുമായിട്ടാണ് മൈനർ റോക്ക് എഡിക്ട്സ് സ്ഥിതി ചെയ്യുന്നത്. 3 ടോട്ടൽ നമ്പർ ഓഫ് മൈനർ എഡിക്ട്സ്. ഇത് ഈസിയാണ്. ഓരോ എഡിക്റ്റിലും എന്താണ് അതിൻ്റെ ബേസിക് തീം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇതെപ്പോഴും പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നതാണ്. ഒന്നാമത്തേത് എഡിക്റ്റ് 1. എഡിക്റ്റ് 1 പറയുന്നത് അശോക അദ്ദേഹത്തെ തന്നെ ഒരു ബുദ്ധിസ്റ്റ് ലേമാൻ, അതായത് ഉപാസകയായിട്ടാണ് പറയുന്നത്. സ്ലോലി ബുദ്ധിസ്റ്റ് സംഘമായിട്ട് ഇദ്ദേഹം അടുക്കുന്നതായിട്ടും ഇതിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ എഡിക്റ്റിൽ ധമ്മ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. 3ാമത്തെ എഡിക്റ്റിൽ പറയുന്നത് ബുദ്ധിസ്റ്റ് മോങ്സ് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കൃതികൾ, അതായത് ബുദ്ധിസ്റ്റ് സ്ക്രിപ്ചേഴ്സിൻ്റെ ഒരു ലിസ്റ്റാണ്. ഇത് 3ാമത്തെ എഡിക്റ്റ് കൽക്കട്ട ബൈറത്ത് എഡിക്റ്റിൽ മാത്രമാണുള്ളത്. അതായത് ബബ്രു എഡിക്റ്റ് എന്ന് നമ്മളിതിനെ വിളിക്കാറുണ്ട്. മൈനർ റോക്ക് എഡിക്ട്സ് എവിടെയൊക്കെയാണ് കാണുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഇതിൽ പേര് യൂസ് ചെയ്യുന്നതും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, ഗുജാറ എന്ന് പറയുന്ന ലൊക്കേഷനിൽ ദേവനാം പ്രിയദസ്സി അശോക രാജ എന്ന് ദേവനാം പ്രിയ എന്ന വേർഡും അശോക എന്ന വേർഡും ഒരുമിച്ച് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ നിട്ടൂർ, മാസ്കി, ഇത് 2 കർണാടകയിലുള്ള ലൊക്കേഷൻസാണ്. ഈ 2 ലൊക്കേഷൻസിലുള്ള എഡിക്ട്സിലും അശോക എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓർത്തിരിക്കേണ്ടത് സാറുമാറു എന്ന് പറയുന്ന മധ്യപ്രദേശിലുള്ള ഒരു എഡിക്റ്റാണ്. ഇതിൽ അശോക യങ് ആയിരിക്കുന്ന സമയത്ത്, മധ്യപ്രദേശിൻ്റെ വൈസ്രോയി ആയ സമയത്ത് ഒരു വിസിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്.
മറ്റ് 2 മൈനർ റോക്ക് ഇൻസ്ക്രിപ്ഷൻസ് വരുന്ന ലൊക്കേഷൻസാണ് ബാഹാപൂറും ഉദയഗോളമും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഗുജാരയിൽ ദേവനാംപ്രിയ പിയാദസി അശോകരാജ എന്ന് പറയുന്നുണ്ട്. അതായത് ദേവനാംപ്രിയ എന്ന വേർഡും അശോകരാജ എന്ന വേർഡും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് സാറുമാറൂലുള്ള ഇൻസ്ക്രിപ്ഷനാണ്. ഇതിൽ അശോക ഒരു വൈസ്രോയി ആയിരിക്കുന്ന സമയത്തുള്ള വിസിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെയുള്ളത് നിട്ടൂറും മാസ്കിയുമാണ്. ഇത് രണ്ടിലും അശോക എന്ന പേര് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അശോക എന്ന വേർഡ് യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്ക്രിപ്ഷനാണ് ബ്രഹ്മഗിരി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഇത് കൂടാതെ മൈനർ റോക്ക് ഇൻസ്ക്രിപ്ഷൻസിൻ്റെ ലൊക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിദ്ധാപൂർ, ജതിങ്ക രാമേശ്വര, പൽക്കിഗുണ്ടു, ഗാവിമത്, രാജുല മണ്ഡഗിരി, എർരഗുണ്ടി, സസറാം, രൂപ്നാഥ്, ബെയ്റത്ത്. മൈനർ റോക്ക് ഇൻസ്ക്രിപ്ഷൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷനാണ് കൽക്കട്ട ബെയ്റത്ത്. ഒറിജിനലി ഇത് ബെയ്റത്തിലായിരുന്നു. ഇപ്പോൾ ഏഷ്യാനിക് സൊസൈറ്റി കൽക്കട്ട മ്യൂസിയത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കൽക്കട്ട ബെയ്റത്ത് എന്ന് വിളിക്കുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ ബബ്രു ഇൻസ്ക്രിപ്ഷൻ എന്നും വിളിക്കുന്നത്. ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ ബുദ്ധിസ്റ്റ് മോങ്സ് പഠിക്കേണ്ട സ്ക്രിപ്ചേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഇതിൽ അശോകയെ റെഫർ ചെയ്യുന്നത് പിയദസ്സി രാജ മഗധ എന്നാണ്. അതായത് പിയദസ്സി കിങ് ഓഫ് മഗധ. മൈനർ റോക്ക് എഡിക്ട്സ് വരുന്ന മറ്റ് 2 ലൊക്കേഷൻസാണ്. ഒന്ന് രത്തംപൂർവയും മറ്റൊന്ന് അഹ്റോവുറയും. മാസ്കി മൈനർ റോക്ക് എഡിക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോക്ക് എഡിക്റ്റാണ്. ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അശോക എന്ന നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എഡിക്റ്റാണ്. അശോക എന്ന നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന ഫസ്റ്റ് എഡിക്റ്റ് കൂടിയാണ് മാസ്കിയിലുള്ള എഡിക്റ്റ്. ഇതൊരു ധർമ്മശാസന കൂടിയാണ്. ധർമ്മശാസന എന്ന് പറയുന്നത് ബുദ്ധിസം ഫോളോ ചെയ്യാൻ വേണ്ടി ആളുകളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഈ ഒരു റോക്ക് എഡിക്റ്റിൽ. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ മൗര്യൻ റൂളിൻ്റെ സ്പ്രെഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കൃഷ്ണ വാലി ഓഫ് നോർത്ത് ഈസ്റ്റേൺ കർണാടക ഭാഗങ്ങളിലേക്കുള്ള മൗര്യൻ റൂളിൻ്റെ സ്പ്രെഡിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് മാസ്കി എഡിക്റ്റാണ് മൈനർ റോക്ക് എഡിക്ട്സിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള എഡിക്റ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട എഡിക്റ്റാണ് കാണ്ഡഹാർ ബൈലിംഗ്വൽ റോക്ക് ഇൻസ്ക്രിപ്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബൈലിംഗ്വൽ ആയിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഇത്. ബൈലിംഗ്വൽ എന്ന് പറയുന്നത് 2 ഭാഷകൾ വരുന്നത്. ഇതിൽ വരുന്നത് ഗ്രീക്കും അരമായിക്കുമാണ്. ക്രോണോളജിക്കലി നോക്കുമ്പോൾ അശോകയുടെ ഫസ്റ്റ് നോൺ എഡിക്റ്റ് കൂടിയാണ് കാണ്ഡഹാർ എഡിക്റ്റ്. കാണ്ഡഹാർ എഡിക്റ്റിൻ്റെ മറ്റൊരു പേരാണ് ചെഹൽസീന എഡിക്റ്റ്. ഇത് അഫ്ഗാനിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇതൊരു ബൈലിംഗ്വൽ റോക്ക് ഇൻസ്ക്രിപ്ഷൻ ആണെന്ന്. അതുകൊണ്ട് തന്നെ ധർമ്മ എന്ന പോളിസിയെ, അതായത് ധർമ്മ കോൺസെപ്റ്റിനെ ഉപയോഗിക്കുന്ന വേർഡാണ് യൂസെബെയ്യ. എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്ക് കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഗ്രീക്കിൽ എഴുതുന്നത്. ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂസെബെയ്യ. ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ നമുക്ക് അഹിംസയെക്കുറിച്ച് പറയുന്നതായിട്ടും കാണാം. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സർവൈവിങ് റോക്ക് കട്ട് കേവ്സ് ആയിട്ടുള്ള ബറാബർ കേവ്സിലും അശോകയുടെ പീരീഡിൽ നിന്നുള്ള ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് ലഭ്യമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ഇതിൽ കിങ് പിയാദസി എന്ന പേരിൽ ബറാബർ ഗ്രൂപ്പിന് വേണ്ടി ആ ഒരു പീരീഡിലുള്ളൊരു ഇൻസ്ക്രിപ്ഷനുമുണ്ട്. പിന്നെ ദേവനാംപ്രിയ ദശരഥ എന്ന് പറയുന്ന പേരിൽ നാഗാർജുനി ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്ക്രിപ്ഷനുമുണ്ട്. ഫസ്റ്റ് കിങ് പിയാദസി എന്ന് ഉദ്ദേശിക്കുന്നത് അശോക രാജാവിനെയും ദേവനാംപ്രിയ ദശരഥ എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അശോകയുടെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ദശരഥ മൗര്യയെയുമാണ്. അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ലാഖ്മാനിൽ ഉള്ള ഒരു ഇൻസ്ക്രിപ്ഷനാണ് അരമായിക് ഇൻസ്ക്രിപ്ഷൻ ഓഫ് ലാഖ്മാൻ. ഇത് എഴുതിയിട്ടുള്ളത് അരമായിക് ലാംഗ്വേജിലാണ്. ലാഖ്മാൻ സെക്കൻഡ് എന്ന് പറയുന്ന മറ്റൊരു ഇൻസ്ക്രിപ്ഷനുണ്ട്. ഇത് ലാഖ്മാൻ ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷനാണ്. ജോൺ മാർഷൽ കണ്ടെത്തിയിട്ടുള്ള ഒരു അരമായിക് ഇൻസ്ക്രിപ്ഷനാണ് അരമായിക് ഇൻസ്ക്രിപ്ഷൻ ഓഫ് തക്സില. ഇതിലും ഇദ്ദേഹത്തെ അശോകയെ പറയുന്നത് അവർ ലോർഡ് പിയദസി എന്നാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ ഇൻസ്ക്രിപ്ഷൻസിൽ അശോക എന്ന നെയിം 3 ഇൻസ്ക്രിപ്ഷൻസിൽ മാത്രമേ കാണുന്നുള്ളൂ. ഈ 3 ലൊക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? മാസ്കി, ബ്രഹ്മഗിരി, ഗുജാര ആൻഡ് നെട്ടൂർ.
മൈനർ റോക്ക് ഇൻസ്ക്രിപ്ഷൻസ് ഈസി ആയിട്ട് ഓർത്ത് വെക്കാനുള്ള ഒരു കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോഡ് എന്താണെന്ന് വായിക്കാം. ബ്രഹ്മാവും സിദ്ധാർത്ഥും മാസ്ക് ഇട്ട് രത്നവും 1000 രൂപയും കൽക്കട്ടയിലെ B2 ബാങ്കിൽ നിന്ന് സാറുമാർ നൈറ്റിൽ സ്വപ്നം കണ്ടുറങ്ങുമ്പോൾ കട്ടു. പകലായപ്പോൾ ഗുജറാത്തിലെ രാജാവ് ജിതങ്ക ചോദിച്ചു, ആരെടാ യാരെടാ. ഓക്കെ, ബ്രഹ്മാവും സിദ്ധാർത്ഥും. ബ്രഹ്മാവ് സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് ബ്രഹ്മഗിരിയും സിദ്ധാപൂരുമാണ്. മാസ്ക് ഇട്ടിട്ടാണ് ഇവർ പോകുന്നത്. മാസ്ക് എന്ന് പറയുന്നത് എന്താണ്? മാസ്കി. രത്നവും 1000 രൂപയുമാണ് ഇവർ മോഷ്ടിക്കുന്നത്. രത്നം എന്ന് പറയുന്നത് രത്തംപൂർവ, 1000 എന്ന് പറയുന്നത് അഹ്റൗറ. കൽക്കട്ടയിലുള്ള B2 ബാങ്കിൽ നിന്നാണ് ഇവർ മോഷ്ടിക്കുന്നത്. കൽക്കട്ട എന്ന് പറയുന്നത് കൽക്കട്ട ഭൈരത്ത് ഇൻസ്ക്രിപ്ഷന്, B2 എന്ന് പറയുന്നത് ബറാബർ ബഹാപൂർ. അവിടെ ഉണ്ടായിരുന്ന സാറുമാർ രാത്രി നൈറ്റിൽ ഉറങ്ങുമ്പോഴാണ് ഇവർ കട്ടെടുക്കുന്നത്. സാറുമാർ എന്ന് പറയുന്നത് സാറുമാറും, നൈറ്റ് എന്നത് പറയുന്നത് നിറ്റൂർ. സ്വപ്നം കണ്ട് ഉറങ്ങുകയായിരുന്നു അവർ. സ്വപ്നം എന്ന് പറയുന്നത് സസറാം, കണ്ട് എന്ന് പറയുന്നത് കാണ്ഡഹാർ, ഉറങ്ങുമ്പോൾ എന്ന് പറയുന്നത് ഉദയഗോളം. പകലായപ്പോൾ ഗുജറാത്തിലെ രാജാവ് ജിതങ്ക ചോദിച്ചു, ആരെടാ. പകലെന്ന് പറയുന്നത് പാൽക്കി ഗുണ്ടു, ഗുജറാത്തിലെ രാജാവ് എന്നത് ഗുജാര, രാജുല മണ്ഡഗിരി, ജിതിങ്ക രാമേശ്വര, യാരെടാ എന്ന് ചോദിച്ചത് യെറഗുണ്ടി. ക്വിക്കായിട്ട് ഒന്നുകൂടി നോക്കാം. ബ്രഹ്മാവും സിദ്ധാർത്ഥും മാസ്ക് ഇട്ട് രത്നവും 1000 രൂപയും കൽക്കട്ടയിലെ B2 ബാങ്കിൽ നിന്ന് സാറന്മാർ നൈറ്റിൽ സ്വപ്നം കണ്ടുറങ്ങുമ്പോൾ കട്ടു. പകലായപ്പോൾ ഗുജറാത്തിലെ രാജാവ് ജിതങ്ക ചോദിച്ചു, യാരെടാ. ബ്രഹ്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മഗിരി, സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് സിദ്ധപൂർ, മാസ്ക് മാസ്കി, രത്നം രത്തംപൂർവ, 1000 അഹ്റൗറ, രൂപ രൂപ്നാഥ്, കൽക്കട്ട ഭൈരത്ത്. B2 എന്ന് പറയുന്നത് 2 പേരുകളാണ്, ബറാബർ ബഹാപൂർ. സാറുമാർ സാറുമാറു, നൈറ്റ് നിറ്റൂർ, സ്വപ്നം സസറാം, കണ്ട് കാണ്ഡഹാർ, ഉറങ്ങുമ്പോൾ ഉഡഗോളം, പകൽ പാൽക്കി ഗുണ്ടു, ഗുജറാത്ത് ഗുജാര, രാജാവ് രാജുല മണ്ഡഗിരി, ജത്തിങ്ക രാമേശ്വര, യാരെട യെറഗുണ്ടി. സോ മൈനർ റോക്ക് എഡിക്ട്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ക്വിക്കായിട്ട് അതൊന്ന് റിവൈസ് ചെയ്യാം. ഒന്നാമത്തത് ഗുജാര എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഗുജാര മധ്യപ്രദേശിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നെയിം ഓഫ് അശോക ഈസ് യൂസ് ടുഗെദർ വിത്ത് ഹിസ് ടൈറ്റിൽസ്. ദേവനാംപിയ എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ കൂടെ അശോക എന്ന നെയിം കൂടി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൊക്കേഷൻ ഏതാണ്? ഗുജാര. നെക്സ്റ്റ് ലൊക്കേഷൻ സാറുമാറു. ഇത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൻ്റെ വൈസ്രോയി ആയിട്ട് അശോക നിൽക്കുന്ന സമയത്ത്, ഒരു യങ് മാൻ ആയിട്ടുള്ള സമയത്ത് അശോക വിസിറ്റ് ചെയ്തതിനെക്കുറിച്ച് ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷനാണ് നിറ്റൂർ കർണാടകയിലാണ്. ഇതിൽ അശോക എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അശോക എന്ന പേര് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ക്രിപ്ഷൻ ഏതാണ്? അത് മാസ്കിയാണ്. ഇതും കർണാടകയിൽ തന്നെയാണ്. ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ദേവനാം പ്രിയ എന്ന ടൈറ്റിൽ അശോകയുടേതാണെന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത്. ഇതൊരു ധർമ്മശാസന കൂടിയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത്, കൃഷ്ണ വാലി, അതായത് കർണാടകയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലേക്ക് മൗര്യൻ റൂൾ എത്തിയിരുന്നു എന്നതിന് എവിഡൻസ് കൂടിയാണ് ഈ ഒരു മാസ്കിയിലുള്ള എഡിക്റ്റ്. മൈനർ റോക്ക് എഡിക്ട്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ എഡിക്റ്റ് കൂടിയാണ് മാസ്കി എഡിക്റ്റ്. മാസ്കി എഡിക്റ്റിനെ കുറിച്ച് കുറേ പോയിൻറ്റ്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അശോക എന്ന പേരുപയോഗിക്കുന്ന മറ്റൊരു ഇൻസ്ക്രിപ്ഷനാണ് ബ്രഹ്മഗിരിയുടെ ലൊക്കേഷനും കർണാടകയാണ്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷനാണ് കൽക്കട്ട ഭൈരത്ത്. ഇതിനെ തന്നെയാണ് ബാബ്രു ഇൻസ്ക്രിപ്ഷൻ എന്നും പറയുന്നത്. ഈ ഒരു ഇൻസ്ക്രിപ്ഷനിലാണ് ബുദ്ധിസ്റ്റ് മോങ്സ് പഠിക്കേണ്ട സ്ക്രിപ്ചേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിലാണ് പ്രിയദസി രാജ മഗധെ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്, അതായത് പ്രിയദസി കിങ് ഓഫ് മഗധ. ഇങ്ങനെ അശോകയെ മഗധയുടെ കിങ് ആയിട്ട് പറയുന്നത് ഏത് ഇൻസ്ക്രിപ്ഷനിലാണെന്നൊക്കെ ചോദിക്കാം. മൈനർ റോക്ക് എഡിക്ട്സിലെ ക്രോണോളജിക്കലി ഫസ്റ്റ് നോൺ എഡിക്റ്റായിട്ട് അറിയപ്പെടുന്ന ഇൻസ്ക്രിപ്ഷനാണ് കാണ്ഡഹാർ ബൈലിംഗ്വൽ ഇൻസ്ക്രിപ്ഷൻ. കാണ്ഡഹാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അഫ്ഗാനിസ്ഥാനിലാണ്. ബൈലിംഗ്വൽ എന്ന പേര് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൽ 2 ലാംഗ്വേജസ് ഉണ്ട്. ഇതേതൊക്കെയാണ്? ഗ്രീക്കും അരമായിക്കുമാണ്.
പ്രാകൃതത്തിൽ നമ്മൾ ധമ്മ എന്നും സംസ്കൃതത്തിൽ ധർമ്മ എന്നൊക്കെ പറയുന്ന വേർഡിന് ഇതിൽ ഗ്രീക്ക് ടേമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കുന്ന ടേമാണ് യുസെബേയ. മറ്റൊരു പ്രധാനപ്പെട്ട മൗര്യൻ ഇൻസ്ക്രിപ്ഷനാണ് ബറാബർ കേവ്സിലുള്ള ഇൻസ്ക്രിപ്ഷൻ. ഇതിൽ 2 ഇൻസ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്. അശോകയുടെ സമയത്ത് കിങ് പിയാദസി എന്ന് പറഞ്ഞിട്ട് ബറാബർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്ക്രിപ്ഷനുണ്ട്. ദേവനാംപിയ ദശരഥ എന്ന് പറഞ്ഞിട്ട് നാഗാർജുനി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അശോകയുടെ ഗ്രാൻഡ് സണ്ണിൻ്റെ ഒരു ഇൻസ്ക്രിപ്ഷനും ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കുള്ളത് അഫ്ഗാനിസ്ഥാനിലുള്ള ലാഹ്മാൻ ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷനാണ്. ഇത് എഴുതിയിട്ടുള്ളത് അറമായിക് ഭാഷയിലാണ്. സോ മൈനർ റോക്ക് എഡിക്ട്സ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടാണ് മൈനർ പില്ലർ എഡിക്ട്സ്. പേരിൽ പറയുന്ന പോലെ തന്നെ നമുക്കറിയാം ഇത് മൈനറായിട്ടുള്ള പില്ലേഴ്സിൽ കൊത്തിവെച്ചിട്ടുള്ള എഡിക്ട്സ് ആണ്. പ്രധാനമായിട്ടും 4 എണ്ണമാണ് മൈനർ പില്ലർ എഡിക്ട്സ് ആയിട്ടുള്ളത്. മൈനർ റോക്ക് എഡിക്ട്സിന് ശേഷമായിട്ടാണ് ക്രൊണോളജിക്കലി മൈനർ പില്ലർ എഡിക്ട്സ് വരുന്നത്. മേജർ റോക്ക് എഡിക്ട്സിൻ്റെ പാരലലായിട്ട് സെയിം ടൈമിലായിട്ടും ഇത് പലതും വരുന്നുണ്ട്. അശോകയുടെ ഇനീഷ്യൽ പീരീഡിലാണ് മൈനർ പില്ലർ എഡിക്ട്സ് വരുന്നത്. മൈനർ പില്ലർ എഡിക്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ റിലീജിയസ് ആണ് ഇവരുടെ കണ്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഇതിൽ ബുദ്ധനെ ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണാം. മൈനർ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് 4 എണ്ണമാണുള്ളത്. 1 ഷിസം എഡിക്ട്സ്, 2 ക്വീൻസ് എഡിക്റ്റ്, 3 നിഗലി സാഗർ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ്, 4 റുമിൻദേയ് പില്ലർ ഇൻസ്ക്രിപ്ഷൻസ്. 1 ഷിസം എഡിക്റ്റാണ്. ഷിസം എഡിക്റ്റ് എന്ന വേർഡിൽ തന്നെയുണ്ട്. ഇത് എതിരാണ് സംഖ്യയിലുള്ള ഷിസത്തിനെതിരാണ്. ഷിസം എന്ന് പറയുന്നത് ഇത് വേർതിരിഞ്ഞ് വിഭാഗീയത എന്നാണ് നമ്മൾ ഷിസത്തിൻ്റെ മീനിങ്. സോ ഇത് വിഭാഗീയത വരുന്നതിന് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ സംഘത്തിൻ്റെ ഇടയിൽ തന്നെ ഒരാൾക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള പണിഷ്മെൻറ്റൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും 3 സ്ഥലങ്ങളിലാണ് കാണുന്നത്: സാർനാഥ്, സാഞ്ചി, അലഹബാദ്. നമ്മൾ ഇന്ത്യയുടെ എംബ്ലത്തിലൊക്കെ കാണുന്ന ലയൺ ക്യാപിറ്റൽ ഈ ഒരു ഷിസ എഡിക്റ്റായിട്ട് ബന്ധപ്പെട്ട് സാർനാഥിലും സാഞ്ചിയിലുമാണ് കാണുന്നത്. ഇത് രണ്ടും വളരെ റിഫൈൻഡ് ആയിട്ടുള്ള പില്ലേഴ്സാണ്. അശോകയുടെ പീരീഡിൽ നിന്നാണ് ഇത് രണ്ടും വരുന്നത്. എല്ലാ ഷിസം എഡിക്ട്സും ചെറിയ ഫ്രാഗ്മെൻ്ററി ആയിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം മെസ്സേജ് സിമിലറാണ്. സിംപ്ലി നമുക്ക് ആ പേര് നോക്കി വെച്ചാൽ തന്നെ എന്താണ് അതിൻ്റെ കണ്ടൻറ്റ് എന്ന് ഓർത്ത് വെക്കാൻ പറ്റും. നെക്സ്റ്റ് എഡിക്റ്റാണ് ക്വീൻസ് എഡിക്റ്റ്. ക്വീൻസ് എഡിക്റ്റ് എന്ന പേരിൽ തന്നെയുണ്ട്. ഇതിൽ അശോക ക്വീൻ്റെ ഗിഫ്റ്റൊക്കെ ക്വീനിന് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കണം എന്നതാണ് പറയുന്നത്. അശോക അനൗൺസസ് ദാറ്റ് എ ക്വീൻ ഷുഡ് ബി ക്രെഡിറ്റഡ് ഫോർ ഹർ ഗിഫ്റ്റ്സ്. ഇത് കാണുന്നത് അലഹബാദിലുള്ള പില്ലറിലാണ്. സോ ഇത് ഈസിയാണ്, കൂടുതലൊരു കാര്യവും ഓർത്ത് വെക്കാനില്ല. ക്വീൻസ് എഡിക്റ്റ് എന്ന പേര് തന്നെ കാര്യമുണ്ട്. നെക്സ്റ്റ് റുമിൻദേയ് പില്ലർ ഇൻസ്ക്രിപ്ഷനാണ്. ഇതിൽ ലുംബിനി എന്ന ബുദ്ധയുടെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് അശോക വിസിറ്റ് ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നിഗലി സാഗർ എഡിക്റ്റാണ്. ഇതിൽ സ്തൂപയുടെ റിനോവേഷൻ, അതായത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് സ്തൂപയെ എൻലാർജ് ചെയ്യുന്നതിനുള്ള ഡെഡിക്കേഷനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്നത് ബുദ്ധയുടെ കനകമുനി എന്ന് പറയുന്ന വേർഷനാണ്. ഇതെന്ന് പറയുന്നത് ബുദ്ധവംശ എന്ന ബുദ്ധിസ്റ്റ് ബയോഗ്രഫിയിലുള്ള കുറേ ബുദ്ധാസ് ഉണ്ട്. അതിൽ പെട്ടൊരു ബുദ്ധയാണ് കനകമുനി. ഇനി നമുക്ക് മൈനർ പില്ലർ എഡിക്ട്സിൻ്റെ ലൊക്കേഷൻസ് എവിടെയാണെന്ന് നോക്കാം. ഇതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നമ്മൾ അതിൽ നോട്ട് ചെയ്യുന്നുണ്ട്. 1 സാർനാഥാണ്. സാർനാഥ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പം മെൻഷൻ ചെയ്തതാണ്. നമ്മളുടെ അശോകയുടെ ലയൺ ക്യാപിറ്റൽസ് വരുന്നത് സാർനാഥിലാണ്. നെക്സ്റ്റ് വരുന്നത് സാഞ്ചി മധ്യപ്രദേശിലാണ്. നെക്സ്റ്റ് അലഹബാദിൽ ഉള്ള പില്ലറാണ്. പക്ഷേ ഒറിജിനലി അത് കോസാംബി ബീഹാറിൽ നിന്നാണ് വരുന്നത്. പിന്നീടാണ് അത് അലഹബാദിൽ എത്തുന്നത്. പിന്നെ റുമിൻദേയ്, നിഗാലി സാഗർ ഈ 2 സ്ഥലങ്ങളും നേപ്പാളിലാണ്. ഇനി നമ്മൾ പറയുന്നത് മേജർ റോക്ക് എഡിക്ട്സിനെ കുറിച്ചാണ്. മേജർ റോക്ക് എഡിക്ട്സ് ടോട്ടൽ 14 എണ്ണമുണ്ട്. ഇത് മെയിനായിട്ട് വരുന്നത് 10 ലൊക്കേഷൻസിലാണ്. ഇത് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് ജസ്റ്റ് ലൈക്ക് മൈനർ പില്ലർ എഡിക്ട്സ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ കാര്യങ്ങളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷേ ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ടീച്ചിങ് ഒന്നും ഇതിൽ കാര്യമായിട്ട് വരുന്നില്ല. നെവർ മെൻഷൻ ചെയ്യുന്നേ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ധർമ്മയായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അതുപോലെ അഡ്മിനിസ്ട്രേഷന്, അതുപോലെ ഫോറിൻ കൺട്രീസുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട്.
മേജർ റോക്ക് എഡിക്ട്സിലൊന്നും നമുക്ക് അശോക എന്ന പേര് കാണാൻ സാധിക്കില്ല. ഇൻസ്റ്റെഡ് ദേവനാംപ്രിയ എന്ന ബിലോവ്ഡ് ഓഫ് ദ ഗോഡ്സ് ദേവനാംപ്രിയ പ്രിയദസി എന്ന വേർഡിലാണ് അശോകയെ മെൻഷൻ ചെയ്യുന്നത്. ആസ് വി മെൻഷൻ ബിഫോർ, ഇതിൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ ഇൻസ്ട്രക്ഷൻസ് ഇൻ റണ്ണിങ് എ കിങ്ഡം പറയുന്നുണ്ട്. അശോകാസ് ബിലീഫ്സ്, ധർമ്മ, പീസ്ഫുൾ മോറൽ ബിഹേവിയർ ആൻഡ് ടോളറൻസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. മൊത്തം 14 എഡിക്റ്റുകളിൽ 3 ഭാഷകളും 4 സ്ക്രിപ്റ്റുകളും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും വരുന്നത് ബ്രഹ്മി സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള പ്രാകൃത് ഭാഷയാണ്. ഇനി നമുക്ക് ഈ 14 റോക്ക് എഡിക്ട്സിലും ഓരോന്ന് എന്തിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നു എന്ന് പറയാം. കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് ഏത് എഡിക്റ്റിലാണ് പറയുന്നത്, അതുപോലെ അത് ഏത് ലൊക്കേഷനിലാണ് വരുന്നതെന്നൊക്കെ പലപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മേജർ റോക്ക് എഡിക്റ്റ് 1. ഇതിൻ്റെ മെയിനായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോഹിബിഷൻ ഓഫ് ആനിമൽസ് സാക്രിഫൈസ് എസ്പെഷ്യലി ഡ്യൂറിങ് ഫെസ്റ്റീവ് സീസൺസ്. അതായത് ഉത്സവ സീസൺസിൽ ആനിമൽസിനെ ഒരിക്കലും ബലിയർപ്പിക്കരുത്. ഫെസ്റ്റീവ് ഗ്യാതറിങ്സിനെയും ഇത് ബാൻ ചെയ്യുന്നുണ്ട്. കൂടാതെ രാജാവിൻ്റെ അടുക്കളയിൽ ഓൺലി 2 പീകോക്സ് ആൻഡ് 1 ഡിയർ, 2 മയിലുകളും ഒരു മാനിനെയും മാത്രമായിരുന്നു ബച്ചർ ചെയ്തിരുന്നത്, അതായത് ഫുഡിന് വേണ്ടി യൂസ് ചെയ്തിരുന്നതെന്ന് ഇതിൽ പറയുന്നുണ്ട്. സോ മേജർ റോക്ക് എഡിക്റ്റിനെ നമുക്ക് സിംപ്ലി 2 വേർഡ്സ് ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. ഒന്ന് ആനിമൽ സാക്രിഫൈസ്, മറ്റൊന്ന് ഫെസ്റ്റിവൽസ്. കാരണം പ്രോഹിബിഷൻ ഓഫ് ആനിമൽ സാക്രിഫൈസ്, ബാൻ ഓഫ് ഫെസ്റ്റീവ് ഗ്യാതറിങ്സ്, പിന്നെ അശോകയുടെ കിച്ചണിലുള്ള കാര്യം. സെക്കൻഡ് മേജർ റോക്ക് എഡിക്റ്റിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്, പ്ലാന്റിങ് ഓഫ് ഫ്രൂട്ട്സ്, മെഡിസിനൽ ഹെർബ്സ്, ഡിഗിങ് ഓഫ് വെൽസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പാണ്ഡ്യാസ്, സത്യപുരാസ്, കേരളപുത്രാസിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. തേർഡ് മേജർ റോക്ക് എഡിക്ട്സിൽ ബ്രാഹ്മിൺസിനോട് നടത്തുന്ന ജനറോസിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ മൗര്യൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ടേംസും അതിൻ്റെ അസൈൻഡ് ഓഫീസേഴ്സും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ യുക്താസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ഓഫീസേഴ്സാണ്. പിന്നെ പ്രദേശികാസ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഹെഡ്സാണ്. രാജുകാസ് എന്ന് പറയുന്നത് റൂറൽ ഓഫീസേഴ്സാണ്. അശോകയുടെ കോറണേഷന് ശേഷം 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു റോക്ക് എഡിക്റ്റ് വരുന്നത്. ഫോർത്ത് മേജർ റോക്ക് എഡിക്റ്റിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റാണ് ധമ്മഘോഷ ഓവർ ഭെരിഘോഷ. ധർമ്മഘോഷ എന്ന് പറയുന്നത് സൗണ്ട് ഓഫ് ധമ്മ, അതായത് റൈറ്റസ്നെസ്. ഭെരിഘോഷ എന്ന് പറയുന്നത് സൗണ്ട് ഓഫ് വാർ, അതായത് യുദ്ധത്തിൻ്റെ എഗെയിൻസ്റ്റായിട്ട് യുദ്ധത്തിൻ്റെ മുകളിൽ എന്താണ് വേണ്ടത്, ധർമ്മമാണ് വേണ്ടതെന്നാണ് ഇത് പറയുന്നത്. ധമ്മ എന്ന ടോപ്പിക്കിനോട് പറയുന്നതിൻ്റെ കൂടെ സൊസൈറ്റിയിൽ ധമ്മയുടെ ഇമ്പാക്റ്റിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ധർമ്മ മഹാമാത്രകളെക്കുറിച്ച് പറയുന്ന റോക്ക് എഡിക്റ്റാണ് മേജർ റോക്ക് എഡിക്റ്റ് 5. ധർമ്മ മഹാമാത്രാസ് എന്ന് പറയുന്നത് ധമ്മ എന്ന് പറയുന്ന ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽസാണ്. ഈ ഒരു ഇൻസ്ക്രിപ്ഷനിലാണ് അശോക പറയുന്നത് എവ്രി ഹ്യൂമൻ ഈസ് മൈ ചൈൽഡ് എന്ന്. അതുപോലെ സ്ലേവ്സിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നും ഈ ഒരു എഡിക്റ്റിൽ പറയുന്നുണ്ട്. 6th മേജർ റോക്ക് എഡിക്റ്റിലാണ് വെൽഫെയറും ആളുകളെക്കുറിച്ചുള്ള ഇൻട്രാക്ഷനും, അതായത് പ്രജകളോടുള്ള ഇൻട്രാക്ഷനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇതിൽ ആളുകളുടെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി രാജാവ് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പല മെഷേഴ്സ് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ അശോക എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് വേണ്ടി ഫ്രീ ആണെന്നും ഇതിൽ പറയുന്നുണ്ട്. എല്ലാ മതങ്ങളുടെയും ടോളറൻസിനെ കുറിച്ച് പറയുന്നൊരു എഡിക്റ്റാണ് മേജർ റോക്ക് എഡിക്റ്റ് 7. അതുപോലെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ മെഷേഴ്സിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. പബ്ലിക്ക് മാത്രമല്ല, നൈബറിങ് കിങ്ഡംസിനോടുള്ള കാര്യങ്ങളും റിലേഷനെ കുറിച്ചുള്ളതും ഇതിൽ പറയുന്നുണ്ട്. മേജർ റോക്ക് എഡിക്റ്റ് 8ലാണ് അശോകയുടെ ബോധ്ഗയയിലേക്കുള്ള ഫസ്റ്റ് വിസിറ്റിനെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെയുള്ള ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട അശോകയുടെ യാത്രകളെയാണ് നമ്മൾ ധർമ്മ അല്ലെങ്കിൽ ധമ്മയാത്ര എന്ന് വിളിക്കുന്നത്. ധമ്മ ടൂർസ് എന്നും പറയാം. ഇത് ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട പിൽഗ്രിമേജിൻ്റെ പുറമെ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ ഇദ്ദേഹം ഇത് യൂസ് ചെയ്തിരുന്നു. സോ സിംപ്ലി നമുക്ക് മേജർ റോക്ക് എഡിക്റ്റ് 8ൻ്റെ പോയിൻ്റായിട്ട് ധർമ്മയാത്ര എന്ന് ഓർത്തു വെക്കാം.
മേജർ റോക്ക് എഡിക്റ്റ് 9 പോപ്പുലർ ആൻഡ് എക്സ്പെൻസീവ് സെറിമണീസ്, അതായത് ബ്രാഹ്മൺസിൻ്റെ ഒക്കെ ഭയങ്കര പണച്ചെലവായിട്ടുള്ള സെറിമണീസിന് അപലപിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അശോക പറയുന്നത്. അതുപോലെ ഇങ്ങനെ സെറിമണീസ് നടത്തുന്നതിലല്ല കാര്യം, ഒരാളുടെ മോറൽ കണ്ടക്റ്റിലും ബിഹേവിയറിലൊക്കെയാണ് കാര്യമുള്ളതെന്നാണ് ഇതിൽ പറയുന്നത്. 10th റോക്ക് എഡിക്റ്റിൽ, മേജർ റോക്ക് എഡിക്റ്റിൽ പറയുന്നത് പണത്തിനും പ്രതാപത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ആളുകളുടെ ഡിസയർ, ആഗ്രഹം, അത് ഇദ്ദേഹം ഡിസപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ധർമ്മയെയാണ് ഇദ്ദേഹം സ്ട്രെസ് ചെയ്യുന്നത്. 11th റോക്ക് എഡിക്റ്റും ധർമ്മ പോളിസിയെക്കുറിച്ചാണ്. ഇതിൽ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം, സ്ലേവ്സിനെയും സെർവൻസിനെയും കുറിച്ചുള്ള കൺസേണൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഇതിലാണ് ഒരു ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്: ഫാദർ, സൺ, ബ്രദർ, മാസ്റ്റർ, ഫ്രണ്ട്, കമ്പാനിയൻ ഓർ നൈബർ ഷുഡ് സേ ദിസ് ഈസ് ഗുഡ്, ദിസ് ഷുഡ് ബി ഡൺ. ദിസ് ഈസ് ഗുഡ് എന്ന് പറയുന്നത് ധർമ്മയെക്കുറിച്ചാണ്. 12th റോക്ക് എഡിക്റ്റിലാണ്, മേജർ റോക്ക് എഡിക്റ്റിലാണ് വിമൻസ് വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട മഹാമാത്രാസിനെ കുറിച്ച് പറയുന്നത്. ഇവരെയാണ് ഇതിജിക മഹാമാത്രാസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ബുദ്ധിസ്റ്റ് ധർമ്മം ഫോളോ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ധർമ്മം, അതായത് മറ്റുള്ളവരുടെ ബിലീഫ്സിനോടും നമുക്ക് ടോളറൻസ് വേണമെന്നും ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു മേജർ റോക്ക് എഡിക്റ്റ് 12 ഗ്രീക്കിൽ കാണ്ഡഹാർ റോക്ക് എഡിക്റ്റിൽ എഴുതിയിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ലെറ്റ് മീ ഗ്ലോറിഫൈ മൈ ഓൺ റിലീജിയൻ എന്നുള്ള ചിന്താഗതി. അതായത് സ്വന്തം റിലീജിയനെ വലുതായിട്ട് കാണുന്ന ചിന്താഗതി അവരുടെ തന്നെ റിലീജിയനെ നശിപ്പിക്കുന്നതാണ് എന്നാണ് ഇതിൽ പറയുന്നത്. കലിംഗ യുദ്ധത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന റോക്ക് എഡിക്റ്റാണ് മേജർ റോക്ക് എഡിക്റ്റ് 13. ഇതിൽ കലിംഗ യുദ്ധത്തിലുള്ള വിക്ടറിയും ഇദ്ദേഹത്തിൻ്റെ മനംമാറ്റത്തിനെക്കുറിച്ചുമാണ് പറയുന്നത്. അതുകൂടാതെ അശോകയുടെ ആ ഒരു കണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന ചുറ്റും ഉണ്ടായിരുന്ന മറ്റ് പല രാജ്യങ്ങളെക്കുറിച്ചും അതിനായിട്ട് യുദ്ധം ചെയ്ത് അശോക ജയിച്ചതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഗ്രീക്ക് കിങ്സാണ് ആൻറ്റിയോക്കസ് സിറിയയിലുള്ള കിങ് ആയിരുന്നു, ടോളമി ഓഫ് ഈജിപ്ത്, മഗാസ് ഓഫ് സിറൈൻ, ആൻറ്റിഗോണസ് ഓഫ് മാസിഡോൺ, അലക്സാണ്ടർ ഓഫ് എപ്പിറസ്. കൂടാതെ സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റീസ് ആയിട്ടുള്ള പാണ്ഡ്യാസ്, ചോളാസിനൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. റോക്ക് എഡിക്ട്സിൽ, ഈ ഒരു സെറ്റ് ഓഫ് റോക്ക് എഡിക്ട്സിൽ ലാർജസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ കൂടിയാണ് മേജർ റോക്ക് എഡിക്റ്റ് 13. 14th മേജർ റോക്ക് എഡിക്റ്റിൽ പറയുന്നത് ഈ മേജർ റോക്ക് എഡിക്ട്സിൻ്റെയൊക്കെ പേർപ്പസാണ്, എന്തിനാണ് ഈ റോക്ക് എഡിക്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ കൂടാതെ ആളുകളോടൊരു റിലീജിയസ് ലൈഫ് ലീഡ് ചെയ്യാനും ഇത് പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് മേജർ റോക്ക് എഡിക്ട്സിൻ്റെ ലൊക്കേഷൻ ഓർത്ത് വെക്കാനുള്ള കോഡാണ്. നമ്മളുടെ കോഡ് ഇങ്ങനെയാണ്: കൺമണി സന ഒരാളായിട്ട് കണക്കാക്കുക. കൺമണി സന ഷായുടെ കൂടെ ഗിർ വനത്തിൽ ധൗളി ബോംബെ വഴി പോയി. ഇവരെവിടേക്കാണ് പോകുന്നത്? ഗിർ വനത്തിലേക്കാണ് പോകുന്നത്. ഏത് റൂട്ടിലാണ് പോകുന്നത്? ധൗളി ബോംബെ വഴി. അങ്ങനെ ഗിർ വനത്ത് പോയപ്പോൾ അവർ ജാഗ്വറിനെ കണ്ടിട്ട് ജാഗ്വറിനെ കണ്ട് പേടിച്ചിട്ട് കല്ലെറിഞ്ഞു. ഓക്കെ, നമ്മുടെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ്? കൺമണി എന്ന് പറയുന്നത് കാണ്ഡഹാർ, മണി എന്ന് പറയുന്നത് മാൻസഹ്ര, സന്നതി, ഷായുടെ കൂടെയാണ് പോകുന്നത് ഷഹബാസ് ഗർഹി. എവിടേക്കാണ് പോകുന്നത്? ഗിർ വനത്തിലേക്ക്, ഗിർനാർ. ധൗളി ബോംബെ വഴിയാണ് പോകുന്നത്. സോ ധൗളി ബോംബെ സോപാര. എന്നിട്ട് അവിടെ പോയിട്ട് അവരെന്തിനെയാണ് കണ്ടത്? ജൗഗത. എന്നിട്ട് എന്തെടുത്തെറിഞ്ഞു? കല്ലെടുത്തെറിഞ്ഞു. അപ്പോൾ കൽസി. എറിഞ്ഞു എന്നത് എറഗുണ്ടി. ഈസി അല്ലേ? സോ വിത്ത് ദാറ്റ് നമ്മൾ മേജർ റോക്ക് എഡിക്ട്സിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസൊക്കെ പഠിച്ചിരിക്കുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു നിലനിൽക്കുന്ന സംസ്ഥാനവും ചിലത് ഔട്ട്സൈഡ് ഇന്ത്യ നിൽക്കുന്നുണ്ട്, അതിൻ്റെ രാജ്യമൊക്കെ ഓർത്ത് വെക്കുന്നത് യൂസ്ഫുള്ളായിരിക്കും. സോ സിംപ്ലി ഇത് നമ്മൾ എന്തായാലും ഓർത്ത് ഇരിക്കേണ്ട കുറച്ച് ലൊക്കേഷൻസാണ്. ഇനി നമ്മൾ നോക്കുന്നത് മേജർ പില്ലാർ എഡിക്ട്സിനെ കുറിച്ചാണ്. മേജർ പില്ലാർ എഡിക്ട്സ് ടോട്ടലി 7 ഉള്ളത്. ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഒന്നാണ്, പ്രാകൃത് ഭാഷയാണ്. ഇത് എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ബ്രഹ്മി ലിപിയാണ്.
മേജർ പില്ലർ എഡിക്റ്റ് 1 പറയുന്നത് അശോകാസ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ദ പീപ്പിൾ. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ, അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് അശോകയ്ക്ക് ഉണ്ടായിരുന്ന പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തത് ധർമ്മയെക്കുറിച്ചാണ് പറയുന്നത്. ധർമ്മ എന്ന് പറയുന്നത് മിനിമം ഓഫ് സിൻസ്, മെനി വെർച്യൂസ്, കമ്പാഷൻ, ലിബറാലിറ്റി, ട്രൂത്ത്ഫുൾനെസ് ആൻഡ് പ്യൂരിറ്റി എന്നാണ് പറയുന്നത്. തേർഡ് മേജർ പില്ലർ എഡിക്റ്റിൽ പറയുന്നത് കുറച്ച് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രാക്ടീസസ് ഓഫ് ഹാർഷ്നെസ്, ക്രൂവൽറ്റി, ആങ്കർ, പ്രൈഡ് ആൻഡ് അതർ സിങ്സ് അമംഗ് ദ സബ്ജക്ട്സ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പില്ലർ എഡിക്റ്റാണ് 4th വൺ. ഇതിലാണ് രാജുകാസ് എന്ന് പറയുന്ന ഓഫീസേഴ്സിനെ കുറിച്ചും അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും മെൻഷൻ ചെയ്യുന്നത്. ഇവരുടെ ഡ്യൂട്ടി എന്തായിരുന്നു വെച്ചാൽ, ഇവർ 5 വർഷത്തിൽ ഒരിക്കൽ, ഓരോ 5 വർഷത്തിലും ഇവർ അക്രോസ് ദ എംപയർ ധർമ്മ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കുമായിരുന്നു. ഈ ഒരു പില്ലർ എഡിക്റ്റ് 4ൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അശോക ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അതായത് ഡെത്ത് പണിഷ്മെൻറ്റ് അബോളിഷ് ചെയ്തിട്ടില്ല എന്ന എവിഡൻസ് കിട്ടുന്നത് ഇതിൽ നിന്നാണ്. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, രാജുകാസ് എന്ന ടേം ചിലപ്പം ലാജുകാസ് എന്നും വരാൻ ചാൻസ് ഉണ്ട്. കാരണം പല പരീക്ഷകളിലും ലാജുകാസ് എന്നും രാജുകാസ് എന്നും യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 5th മേജർ പില്ലർ എഡിക്റ്റിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ആനിമൽ സാക്രിഫൈസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ കുറച്ച് ആനിമൽസിൻ്റെ ബേർഡ്സിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് സർട്ടൻ ഡേയ്സിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടും മറ്റൊരു ലിസ്റ്റ് കൊടുക്കുന്നത് ആനിമൽസും ബേർഡ്സും ഒരിക്കലും കൊല്ലാൻ പാടില്ലാത്ത ആനിമൽസായിട്ടുമാണ് കൊടുക്കുന്നത്. അതുപോലെ 25 പ്രിസണേഴ്സിനെ അശോക റിലീസ് ചെയ്യുന്നതായിട്ടും ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ നമുക്ക് കാണാം. നെക്സ്റ്റ് വരുന്നത് 6th മേജർ പില്ലർ എഡിക്റ്റാണ്. ഇത് ആസ് യൂഷ്വൽ ധർമ്മ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സിമിലർലി 7th മേജർ പില്ലർ എഡിക്റ്റും ധർമ്മ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് അശോക ചെയ്തിട്ടുള്ള വർക്ക്സിനെ കുറിച്ച് പറയുന്നതാണ്. അതുപോലെ നമ്മൾ മുന്നേ ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ പറഞ്ഞതുപോലെ ഹി സേസ് ദാറ്റ് ഓൾ സെക്സ് ഡിസൈർ ബോത്ത് സെൽഫ് കൺട്രോൾ ആൻഡ് പ്യൂരിറ്റി ഓഫ് മൈൻഡ്. ഈ ഒരു എഡിക്റ്റ് നമുക്ക് ഡൽഹി തോപ്ര പില്ലറിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നെക്സ്റ്റ് മേജർ പില്ലർ എഡിക്ട്സിൻ്റെ ലൊക്കേഷൻസാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 6 ലൊക്കേഷൻസാണ് ഓർത്തിരിക്കാനുള്ളത്. ലൗറിയ നവന്ത്കർ, അലഹബാദ്, ഡൽഹി തോപ്ര, ഡൽഹി മീററ്റ്, ലൗറിയ അരരാജ്, രാംപൂർവ. സോ നമ്മളുടെ ടോപ്പിക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കിയിരുന്നത് മൈനർ റോക്ക് എഡിക്ട്സ് ആയിരുന്നു. ഇതിൻ്റെ ലൊക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആയിട്ട് കുറേ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീക്വൻ്റ് ആയിട്ട് പല എക്സാംസിനും ചോദിക്കുന്നതാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗുജാരയാണ്. വാട്ട് വാസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗുജാര? നെയിം ഓഫ് അശോക ഈസ് യൂസ് ടുഗെദർ വിത്ത് ഹിസ് ടൈറ്റിൽസ്. സോ ദേവനാംപിയ എന്ന പേരും അശോക എന്ന പേരും ഒരുമിച്ച് വരുന്ന ഇൻസ്ക്രിപ്ഷനാണ് ഗുജാര. നെക്സ്റ്റ് സാരുമാരുവിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് വിസിറ്റ് ഓഫ് അശോക ആസ് എ യങ് മാൻ വൈൽ ഹി വാസ് സ്റ്റിൽ വൈസ്രോയ് ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിൻ്റെ വൈസ്രോയ് ആയിരിക്കുന്ന സമയത്ത് അശോക വിസിറ്റ് ചെയ്തതിനെ കുറിച്ച് പറയുന്ന ഇൻസ്ക്രിപ്ഷനാണ് സാരുമാരു. നെക്സ്റ്റ് നിട്ടൂർ, ഇത് കർണാടകയിലാണ്. അശോക എന്ന പേര് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇൻസ്ക്രിപ്ഷനാണ് ഈ ഒരു മൈനർ റോക്ക് എഡിക്ട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ മാസ്കിയും കർണാടകയിലാണ്. ഇതിൽ അശോക എന്ന പേര് യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഫസ്റ്റ് എഡിക്റ്റാണ് അശോക എന്ന പേര് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ദേവനാംപിയ എന്ന് പറയുന്ന പേര് അശോകയാണ് എന്ന് കൺഫേം ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ കൂടിയാണ് മാസ്കിയിലുള്ള ഇൻസ്ക്രിപ്ഷൻ. ഇതൊരു ധർമ്മശാസനയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് മൗര്യൻ റൂള് കൃഷ്ണ വാലി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു എന്നും നമുക്ക് ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നുണ്ടെങ്കിലും സ്റ്റിൽ മൈനർ റോക്ക് എഡിക്ട്സിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള എഡിക്റ്റ് കൂടിയാണ് മസ്കി എഡിക്റ്റ്. നെക്സ്റ്റ് ഓർത്തിരിക്കേണ്ടത് ബ്രഹ്മഗിരി. ഇവിടെയാണ് അശോക എന്ന പേര് എഗെയിൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കൽക്കട്ട ഭൈരത്ത്. ഇതിനെ തന്നെയാണ് നമ്മൾ ഭബ്രു ഇൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ബുദ്ധിസ്റ്റ് സ്ക്രിപ്ചേഴ്സ്, അതായത് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പഠിക്കേണ്ട ഒരു ലിസ്റ്റ് ഓഫ് സ്ക്രിപ്ചേഴ്സിൻ്റെ പേര് ഇതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് മഗധയുടെ രാജാവായിട്ട് പിയദസിയെ പറയുന്നതും കൽക്കട്ട ഭൈരത്ത് ഇൻസ്ക്രിപ്ഷനിലാണ്.
നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട കാണ്ഡഹാർ ഇൻസ്ക്രിപ്ഷൻ. ഇത് ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത്, അഫ്ഗാനിസ്ഥാനിലാണ്. ക്രൊണോളജിക്കലി നോക്കുമ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ഫസ്റ്റ് നോൺ എഡിക്റ്റ് കൂടിയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ബൈലിംഗ്വലാണ്, 2 ഭാഷകളിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. പ്രാകൃത അല്ല, ഗ്രീക്ക് ആൻഡ് അരമായിക്കാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷകൾ. ധർമ്മ എന്ന പോളിസിക്ക് ഇതിൽ ഉപയോഗിക്കുന്ന വേർഡാണ് ഉസ്ബേയ. ഇത് ഗ്രീക്ക് പദമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷനാണ് ബരാബർ കേവ് ഇൻസ്ക്രിപ്ഷൻസ്. ഇതിൽ ബരാബർ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കിങ് പിയാദസി എന്ന് പറയുന്നത് അശോകയാണ്. അശോക കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷനും മറ്റൊരു ഇൻസ്ക്രിപ്ഷനും നാഗാർജുനി ഗ്രൂപ്പിന് വേണ്ടി ദേവനാംപ്രിയ ദശരഥ എന്ന് പറയുന്നത് അശോകയുടെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള മൗര്യ കിങ് ആണ്. അപ്പം ബരാബർ കേവിൽ 2 ഇൻസ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്, പക്ഷേ രണ്ടും അശോകയുടെ സമയത്ത് നിന്നുള്ളതല്ല. ബരാബർ ഗ്രൂപ്പിത്തത് മാത്രമാണ് അശോകയുടെ ടൈമുള്ളത്, നാഗാർജുനി ഗ്രൂപ്പിത്തത് ദശരഥയുടെ സമയത്തുള്ളതാണ്. നെക്സ്റ്റ് ഇൻസ്ക്രിപ്ഷനാണ് ലാഖ്മാൻ ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ. ഇതും അഫ്ഗാനിസ്ഥാനിലാണ്. ഇത് എഴുതിയിട്ടുള്ള ഭാഷ അരമായിക്കാണ്. നെക്സ്റ്റ് മൈനർ റോക്ക് എഡിക്ട്സിൻ്റെ ലൊക്കേഷൻസ് പഠിച്ചു വെക്കാനുള്ള ഷോർട്ടായിട്ട് നമുക്കുള്ളൊരു കോഡാണ്. ബ്രഹ്മാവും സിദ്ധാർത്ഥും മാസ്ക് ഇട്ട് രത്നവും 1000 രൂപയും കൽക്കട്ടയിലെ B2 ബാങ്കിൽ നിന്ന് സാറുമാർ നൈറ്റിൽ സ്വപ്നം കണ്ടുറങ്ങുമ്പോൾ കട്ടും. പകലായപ്പോൾ ഗുജറാത്തിലെ രാജാവ് ജിതങ്ക ചോദിച്ചു, യാരെടാ? ബ്രഹ്മാവ് ബ്രഹ്മഗിരി, സിദ്ധാർത്ഥ് സിദ്ധപൂർ, മാസ്ക് മസ്കി, രത്നം രത്തംപൂർവ, 1000 അഹ്റൗറ, രൂപ രൂപ്നാഥ്, കൽക്കട്ട ബൈരറ്റ്. B2 എന്ന് പറയുന്നത് 2 സ്ഥലങ്ങളാണ്, ബരാബർ ബാഹാപൂർ. സാറുമാർ എന്ന് പറയുന്നത് സാറുമാറു, നൈറ്റ് നിട്ടൂർ, സ്വപ്നം സസറാം, കാണ്ഡഹാർ, ഉറങ്ങുമ്പോൾ ഉദഗോളം, പകൽ പാൽക്കിഗുണ്ടു, ഗുജറാത്ത് ഗുജാര, രാജാവ് രാജുള്ള മണ്ഡഗിരി, ജതിങ്ക രാമേശ്വര, യാരഡ എന്ന് ചോദിച്ചത് യരഗുണ്ടി. നെക്സ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞൊരു പോയിൻ്റാണ്, 4 ഇൻസ്ക്രിപ്ഷൻസിലാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അശോക എന്ന പേര് ഉപയോഗിക്കുന്നത്. ഇത് മാസ്കി, ബ്രഹ്മഗിരി, ഗുജാര, നെട്ടൂർ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് 4 മൈനർ പില്ലാർ എഡിക്ട്സ് ആയിരുന്നു. ഇത് 4 മൈനർ പില്ലാർ എഡിക്ട്സ് ആണ് പറഞ്ഞത്. ചിസം എഡിക്ട്സ്, ദ ക്വീൻസ് എഡിക്റ്റ്, നിഗളി സാഗർ പില്ലാർ ഇൻസ്ക്രിപ്ഷൻ, റുമിന്ദേയി പില്ലാർ ഇൻസ്ക്രിപ്ഷൻസ്. ഇത് ചിസം എഡിക്ട്സിൽ പറയുന്നത് സംഖ്യയിലുണ്ടായിരുന്ന ഡിസൻറ്റിനെ കുറിച്ചാണ്, അതിനുള്ള വാണിങ്ങും പണിഷ്മെൻറ്റും കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സാർനാഥ്, സാഞ്ചി, അലഹബാദ് ഈ 3 പില്ലേഴ്സിലാണ് ഇത് കാണുന്നത്. എല്ലാ ചിസം എഡിക്ട്സും ഫ്രാഗ്മെൻ്ററിയാണ്. ഷിസം എഡിക്ട്സ് നമുക്ക് ഷിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിവിഷൻ എന്നാണ് അർത്ഥം. സോ സിംപ്ലി നമുക്കങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. രണ്ടാമത്തത് ദ ക്വീൻസ് എഡിക്റ്റാണ്. ക്വീൻ എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ഹാസ് എ ക്ലൂ. അപ്പോൾ ക്വീനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ പറയുന്നത് അശോക അനൗൺസസ് ദാറ്റ് ദ ക്വീൻ ഷുഡ് ബി ക്രെഡിറ്റഡ് ഫോർ ഹർ ഗിഫ്റ്റ്. ഇത് അലഹബാദ് പില്ലറിലാണ് കാണുന്നത്. നെക്സ്റ്റ് റുമിന്ദേയി പില്ലാർ ഇൻസ്ക്രിപ്ഷനാണ്. റുമിന്ദേയി പില്ലാർ ഇൻസ്ക്രിപ്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റെക്കോർഡ്സ് ദ വിസിറ്റ് ഓഫ് അശോക ടു ലുംബിനി. ലുംബിനി എന്ന് പറയുന്നത് ബുദ്ധയുടെ ബർത്ത് പ്ലേസ് ആണ്. നെക്സ്റ്റ് വരുന്നത് നിഗളി സാഗർ എഡിക്റ്റ്. നിഗളി സാഗർ എഡിക്റ്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നൊരു സ്തൂപയുടെ എൻലാർജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ കൊടുക്കുന്നതിനെയാണ്. അതായത് അശോക മെൻഷൻസ് ഹിസ് ഡെഡിക്കേഷൻ ഫോർ ദ എൻലാർജ്മെൻറ്റ് ഓഫ് ദ സ്തൂപ ഡെഡിക്കേറ്റഡ് ടു ദ കനകമുനി ബുദ്ധ. ഇതിൻ്റെ ലൊക്കേഷൻസ് പഠിക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, സാർനാഥ്, സാഞ്ചി, അലഹബാദ്. ഈ 3 പേരുകൾ നമുക്ക് ഫെമിലിയറാണ്, ഈസി ടു റിമെമ്പർ ആണ്. ഇതിൽ ഓർത്തിരിക്കേണ്ടത് അലഹബാദിലുണ്ടായിരുന്നത് ഒറിജിനലി കോസാംബിയിൽ ഇരുന്നിരുന്ന ഇൻസ്ക്രിപ്ഷനാണ്. കോസാംബി ബീഹാറിലാണ്, പിന്നെയാണ് അത് അലഹബാദിലെത്തുന്നത്. പിന്നെ 2 ഇൻസ്ക്രിപ്ഷൻസിൻ്റെ കൂടെ തന്നെ അവരുടെ ലൊക്കേഷനുണ്ട്, റുമിന്ദേയും നിഗളി സാഗറും. ഇത് രണ്ടും നേപ്പാളിലാണെന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് 14 മേജർ റോക്ക് എഡിക്ട്സ് ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളൊന്ന് ക്വിക്കായിട്ടൊന്ന് ഓടിച്ചു പോകുന്നുള്ളൂ റിവിഷനിൽ. മേജർ റോക്ക് എഡിക്റ്റ് ഫസ്റ്റിൽ പ്രോഹിബിറ്റ്സ് ആനിമൽ സ്ലോട്ടർ, ബാൻസ് ഫെസ്റ്റീവ് ഗ്യാതറിങ്സ്. Second, mentions the South Indian kingdoms such as Cholas, Pandyas, Satyaputras and Keralaputras. Deals with social welfare measures. മൂന്നാമത്തതിൽ ലിബർട്ടി ടു ബ്രാഹ്മണാസ്. എവറി 5 years, Yukatas, Pradeshikas along with Rajukas visit all the areas of the kingdom to spread dharma.
ഫോർത്ത് മേജർ റോക്ക് എഡിക്ട്സിൽ പ്രിഫറൻസ് ഓഫ് ധർമ്മഘോഷ, സൗണ്ട് ഓഫ് പീസ് ഓവർ ബെരിഘോഷ, സൗണ്ട് ഓഫ് വാർ ഡ്രംസ്, ഇമ്പാക്റ്റ് ഓഫ് ധമ്മ ഓൺ സൊസൈറ്റി. ഫിഫ്ത്ത് വൺ, ഹ്യൂമെയിൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ലേവ്സ് ബൈ ദെയർ മാസ്റ്റേഴ്സ്, മെൻഷൻസ് അബൌട്ട് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ധമ്മ മഹാമാത്രാസ്. മേജർ എഡിക്റ്റ് 6 deals with the welfare measures. Kings wish to know about the condition of the people. 7th, tolerance towards all religions and sects. 8th one, mentions about Ashoka's visit to both Gaya and Bodhidri, maintaining contact with rural people via dharma yatras. Next one, stresses on the moral conduct of people, avoiding expensive ceremonies. 10th, condemns the desire for fame and glory. 11th, elaborate explanation of Dhamma. 12th, appeal for developing tolerance towards all religious sects. 13th, explains about Kalinga war and conquest through Dhamma. ഇതിൽ വേറെയും കുറേ കിങ്ഡംസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, ഡീൽസ് വിത്ത് പർപ്പസ് ഓഫ് എൻഗ്രേവിംഗ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻ വാരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇത് ഓർത്തു വെക്കാനുള്ള കോഡാണ്. കൺമണി സന ഷായുടെ കൂടെ ഗിർ വനത്തിൽ ധൗളി ബോംബെ വഴി പോയി ജാഗ്വറിനെ കണ്ട് കല്ലെറിഞ്ഞു. കൺമണി എന്ന് പറയുന്നത് കാണ്ഡഹാർ മാൻസെഹ്റ, സന സന്നതി, ഷാ ഷഹബാസ് ഗറി, ഗിർ ഗിർനാർ, ധൗളി ബോംബെ സോപ്പാര, ജാഗ്വർ ജൗഗധ, കല്ല് കൽസി, എറിഞ്ഞു എരഗുണ്ടി. നെക്സ്റ്റ് മേജർ പില്ലാർ എഡിക്ട്സ് ആണ്. ഇത് ടോട്ടൽ 7 എണ്ണമാണുള്ളത്. ഒന്നാമത്തത് പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ടത്. രണ്ടാമത്തത് ധർമ്മയെക്കുറിച്ചാണ്. മൂന്നാമത്തത് കുറച്ച് അവോയ്ഡ് ചെയ്യേണ്ട പ്രാക്ടീസസ് ആണ്, ലൈക്ക് ഹാഷ്നൽ ക്രുവാലിറ്റി പോലെയുള്ള കാര്യങ്ങൾ. നാലാമത്തത് രാജുഗാസ് അല്ലെങ്കിൽ ലാജുഗാസിൻ്റെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവർ എവറി 5 years ധർമ്മ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇൻസ്ക്രിപ്ഷനിലാണ് അശോക ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അബോളിഷ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ചാമത്തത് ആനിമൽ സാക്രിഫൈസിനെ കുറിച്ചാണ്. 2 ലിസ്റ്റ് തരുന്നുണ്ട്. സ്പെഷ്യൽ ഡേയ്സിൽ അതായത് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്നതും ഒരു ദിവസം സാക്രിഫൈസ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ആനിമൽസിൻ്റെ ലിസ്റ്റ് തരുന്നുണ്ട്. അതുപോലെ കുറച്ച് പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചും പറയുന്നത് ഈ ഒരു ഇൻസ്ക്രിപ്ഷനിലാണ്. ആറാമത്തതിൽ ധർമ്മ പോളിസിയാണ്. ഏഴാമത്തതിലും ബേസിക്കലി ധർമ്മ പോളിസിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡൽഹി ടോപ്ര പില്ലറിൽ മാത്രമാണിത് കാണുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻസാണ്. ലൗറിയ നവൻകർ, അലഹബാദ്, ഡൽഹി ടോപ്ര, ഡൽഹി മീററ്റ്, ലൗറിയ അരരാജ്, രാംപൂർവ. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ആൻഡ് ബൈ ഹൂം വർ ദ അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് ഡെസിഫേർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. 1837 ജെയിംസ് പ്രിൻസിപ്പാണ് അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് ഡെസിഫർ ചെയ്തത്. Second question, who among the following was the first ruler to inscribe his message to his subjects and officials on stone surface, natural rocks and polished pillars? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3 അശോക. Third question, which of the following inscriptions does not mention Ashoka by his name? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി യരഗുണ്ടി. ബാക്കി 3 ഇൻസ്ക്രിപ്ഷൻസിലും അശോക എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹി ഡിഡ് നോട്ട് അബോളിഷ് ദ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. മേജർ പില്ലാർ എഡിക്റ്റ് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ളത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് ഓപ്ഷനാണ്. ഓപ്ഷൻ 1 ആണ്. അശോകൻ മൈനർ റോക്ക് എഡിക്ട്സ് ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫൈൻ സ്പോട്ട് ഓഫ് അശോകൻ മൈനർ റോക്ക് എഡിക്ട്സ് ഇൻ കർണാടക? സോ ഇതിൽ നമുക്ക് മൈനർ റോക്ക് എഡിക്ട്സിൻ്റെ ലൊക്കേഷൻസും അറിയണം, കർണാടകയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസും അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ബാക്കിയെല്ലാം കർണാടകയിലുള്ള ലൊക്കേഷൻസ് ആണ്. വിച്ച് ദ ഫോളോയിങ് പ്ലേസസ് ഇസ് നോട്ട് എ ഫൈൻ സ്പോട്ട് ഓഫ് മേജർ റോക്ക് എഡിക്ട്സ് ഓഫ് അശോക? സോ ഇത് മേജർ റോക്ക് എഡിക്ട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് എഗെയിൻ പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്.
ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, ബാബ്രു ഇൻസ്ക്രിപ്ഷൻ. In the Sarnath inscription, Emperor Ashoka's name appears as. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, ധർമ്മശോക. നെക്സ്റ്റ്, where are Ashoka's edicts located? ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്, ജൗഗത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which rock edict is Ashoka named in person and not by his usual title Devanampiya? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്, മസ്കി. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് അശോകാസ് ഇൻസ്ക്രിപ്ഷൻസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, മോസ്റ്റ് ഓഫ് ദ ഇൻസ്ക്രിപ്ഷൻസ് ആർ ഇൻ ദ പ്രാകൃത് ലാംഗ്വേജ്. സെക്കൻഡ്, മോസ്റ്റ് ഓഫ് ദ ഇൻസ്ക്രിപ്ഷൻസ് ആർ ഇൻ ദ ബ്രഹ്മി സ്ക്രിപ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ട്രൂ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. Which of the following sites have yielded the separate rock edicts of Ashoka? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, A, B and C. ധൗളി, ജൗഗത ആൻഡ് സന്നതി.